ഞാൻ ആശ്രയിക്കും പാറ എൻ്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്താൻ എൻ്റെ അഭയം. ഞാൻ ആശ്രയിക്കും പാറ എൻ്റെ രക്ഷയിൻ വെളിച്ചം. ഞാൻ ആരെ പേടിക്കും? കർത്താൻ എൻ്റെ അഭയം. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, 31 സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഉറപ്പുള്ളൊരു പ്രാർത്ഥന, വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ വചനവാക്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ദൈവമായിട്ടൊരു വലിയ ആഴമേറിയ ബന്ധം, ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആത്മധൈര്യം വർദ്ധിക്കുന്ന മനോഹരമായ വാക്യങ്ങൾ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഈ വചനം നമ്മളെ ബലപ്പെടുത്തുന്നതല്ലേ. തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തെ ചൊല്ലിയാണ് നമ്മൾ ഇത്രയും തളർന്നിരിക്കുന്നത്, മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്നത്? ഈ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളിൽ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഒരു വിടുതലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങൾ നമുക്ക് കേൾക്കുവാനിടയാകുമ്പോൾ ഇത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നിടത്ത് ഒരു വിടുതലാ ദൈവമക്കളെ. വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളെ, ഈ വചനം ഏറ്റുചൊല്ലി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ സമയത്ത് നമ്മൾ പലപ്പോഴും ഈ ദിവസം തന്നെ അല്ല ഇതിനു മുമ്പും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ദൈവമേ, വേഗത്തിൽ എൻ്റെ കാര്യം ഒന്ന് സാധിച്ചിരുന്നെങ്കിൽ, വേഗത്തിൽ ഞാനൊന്ന് സൗഖ്യം പ്രാപിച്ചിരുന്നെങ്കിൽ, വേഗത്തിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരുന്നെങ്കിൽ. ദൈവമക്കളെ, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് പറയട്ടെ, വേഗത്തിലൊരു വിടുതൽ, വേഗത്തിലൊരു രക്ഷ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന മക്കളെ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കുകയല്ല. ആമേൻ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. നിൻ്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഈ തിരുവചനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ വേഗത്തിൽ ദൈവമേ എല്ലാവരും ദൈവം രക്ഷിക്കണമേ. കർത്താവെ, മനസ്സ് ഭാരപ്പെട്ട് തളർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, വേഗത്തിൽ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അതെ, വേഗത്തിൽ എനിക്കൊരു വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ, വേഗത്തിൽ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, വേഗത്തിൽ കർത്താവ് ഒരു കുഞ്ഞിനെ ലഭിച്ചിരുന്നെങ്കിൽ, വേഗത്തിൽ എൻ്റെ ദൈവമേ എൻ്റെ സങ്കടങ്ങളെല്ലാം ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ. അമേ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, നെഞ്ചി നീറിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് പ്രാർത്ഥനാ വിഷയമാണോ, എന്തിനെ ചൊല്ലിയാണോ, ഹല്ലേലൂയ, ആരുടെ മടങ്ങി വരവിന് വേണ്ടിയാണോ, മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ ആരുടെ മടങ്ങി വരവിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യണമേ. സമാധാനം കൊടുക്കണമേ. സാക്ഷ്യപ്പെടുത്താൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിലേക്ക് നോക്കിയാൽ ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ. കർത്താവെ, അത്ഭുതമേറിയ സാക്ഷിക്ക് എൻ്റെ മക്കളെ എല്ലാവരും ഒരുക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. യേശുവേ, സ്തോത്രം.